ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു സന്തോഷമുണ്ട് പറയാൻ. അപ്പോൾ നിങ്ങളോടല്ലാതെ വേറെ ആരോടാ പറയുക. അപ്പോൾ എന്തുണ്ടെങ്കിലും സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും ഒക്കെ എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറയലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സന്തോഷം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇന്നത്തെ വീഡിയോ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ കൂട്ടുകാർക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്താണെന്നുള്ളത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നതാണ് യൂട്യൂബ് വരുമാനമൊക്കെ കിട്ടലില്ലേ എന്നുള്ളത്. അപ്പോൾ യൂട്യൂബ് വരുമാനമൊക്കെ കിട്ടലുണ്ട് കേട്ടോ. എല്ലാ മാസമൊന്നും ഇല്ലെങ്കിലും 2 മാസം കൂടുമ്പോൾ ചില മാസങ്ങളിൽ അടുപ്പിച്ചടുപ്പിച്ച് അങ്ങനെയൊക്കെയാണ് കിട്ടലുള്ളത്. നമുക്ക് അത്രത്തോളമുള്ള വ്യൂസും കാര്യങ്ങളും ഉള്ളല്ലോ. കൂട്ടുകാർക്ക് വീഡിയോ കാണുമ്പോഴറിയില്ലേ, നല്ല വ്യൂസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ മാസവും വരുമാനം വാങ്ങിക്കട്ടോ. ഇതിപ്പോൾ അത്രത്തോളം വ്യൂസൊന്നും ഇല്ലല്ലോ, നമ്മളൊരു കുഞ്ഞു ചാനലല്ലേ. അപ്പോൾ എന്തെങ്കിലും ഒരു കാലത്ത് നമ്മളെ ചാനലും വളർന്ന് വലുതാവും എന്നൊക്കെ വിശ്വസിക്കണേ. അപ്പോൾ കൂട്ടുകാരെ സപ്പോർട്ട് എപ്പോഴും വേണം കേട്ടോ. അപ്പോൾ ഇന്നിതാ കണ്ണനും അനിയനും കൂടി എനിക്കൊരു ഫോൺ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഏട്ടൻ പണിക്ക് പോയതാണ്. അപ്പോൾ കണ്ണ സ്കൂൾ വിട്ട് വന്നിട്ട് പോവാന്ന് പറഞ്ഞിട്ട് അനിയൻ വന്നിരുന്നു കേട്ടോ. അപ്പോൾ അനിയൻ പോരുന്ന വഴിക്ക് കണ്ണനെ സ്കൂൾ വിട്ട് കണ്ടു. അപ്പോൾ അനിയൻ കൊണ്ടാണ് വന്നത്. അങ്ങനെ അതാ ഒരു എടക്കര ഇമേജിലേക്കാണ് ഫോൺ വാങ്ങിക്കാൻ പോയിട്ടുള്ളത്. അപ്പോൾ ഇതാ അവിടെ നിന്ന് ഫോണ് കിട്ടിയിട്ട് അവിടെ നിന്ന് അൺബോക്സ് ചെയ്തപ്പോൾ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ എനിക്ക് ഇങ്ങോട്ട് സെൻഡ് ചെയ്ത് തന്നായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ വരുന്നതിൻ്റെ മുന്നേ തന്നെ അവിടെ നിന്ന് ഒരു തുറന്നു നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കാണണ്ടേ, അതിൻ്റെ ക്ലിയറും കാര്യങ്ങളൊക്കെ അറിയണ്ടേ. അപ്പോൾ ഒരുപാട് അന്വേഷിച്ചിരുന്നു കേട്ടോ ഫോണിനെ പറ്റി. പിന്നെ നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങും വേണ്ടേ. അങ്ങനെ എന്താ പറയുക, ഈ ഒരു ഫോണാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ഫോണിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ഗാലക്സി S23 FE എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഫോണിനെ കുറിച്ച് അങ്ങനെ ഒരു ബോധമൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇപ്പോൾ ആൺകുട്ടികളാണെങ്കിൽ ഓർക്ക് അതിനെക്കുറിച്ചൊക്കെ എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്കും അറിയാം കേട്ടോ. അപ്പോൾ എനിക്ക് മക്കളെന്താ പറയണത് അതേപോലെയാണ് കേട്ടോ. അപ്പോൾ അനിയനും ഓരൊക്കെ കൂടെ ഇരുന്നിട്ട് സെറ്റാക്കിയിട്ടാണ് ഈ ഒരു ഫോൺ വാങ്ങിയിട്ടുള്ളത്. ഒരുപാട് അന്വേഷിച്ചിരുന്നു അപ്പോൾ ഏത് വാങ്ങണം എന്നുള്ളത്. പിന്നെ ഇതിലേറെ നല്ല ഫോണുകളൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷേ എങ്കിൽ നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങണ്ടേ. അപ്പോൾ ഈ ഒരു ഫോണാണ് വാങ്ങിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്ലിയർ ഉണ്ട് കേട്ടോ. അതിൻ്റെ കയ്യിൽ ഇതുവരെ ഞാൻ ഉപയോഗിച്ചിരുന്ന ഫോൺ എന്ന് പറഞ്ഞാൽ റിയൽമി നാർസോ 30 Pro എന്ന് പറയുന്ന ഫോണാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് ആൾക്കാർ നല്ല ക്ലിയർ ഉണ്ട്, ഏതാണ് ഫോൺ ഉപയോഗിക്കുന്നതെന്നൊക്കെ എന്നോട് ചോദിച്ചിരുന്നു കേട്ടോ. പക്ഷേ അതിൽ കൂടെ ഒന്നും കൂടി നല്ല ഫോൺ എടുക്കണം എന്നുള്ളത് ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞിരുന്നു. പിന്നെ ഈ ഒരു ഫോണും അങ്ങ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി എടുക്കുമ്പോൾ നല്ലൊരു ഫോൺ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തിട്ടുള്ളൊരു ഫോണാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ആ ചാർജറൊക്കെ കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ ആദ്യം നമ്മൾ ഫോൺ എടുക്കാൻ അന്വേഷിച്ച സമയത്ത് ഇതിൻ്റെ ഒപ്പം ചാർജറൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ സെപ്പറേറ്റ് ചാർജറൊക്കെ വാങ്ങിക്കണമെങ്കിൽ നല്ല സംഖ്യയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഫോണൊക്കെ കിട്ടി. അത് തിരിച്ചും മറിച്ചൊക്കെ നോക്കുന്നുണ്ട്. അതിന് കവറും മുകളിലെ ഗ്ലാസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഒക്കെ സെറ്റാക്കി തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മളെ ചാനൽ ഇതിലേക്ക് ആക്കണം. അതൊക്കെ കണ്ണനെ അറിയാം കേട്ടോ. എനിക്ക് അതിനെക്കുറിച്ചൊന്നുമുള്ള ഒരു ബോധമൊന്നുമില്ല. പക്ഷേ എങ്കിൽ കണ്ണൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ നമ്മളെ പഴയ ഫോണ് നമുക്ക് കോൾ ചെയ്യാനും വാട്സപ്പ് ഉപയോഗിക്കാനും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഈ ഒരു ഫോൺ നമുക്ക് വീഡിയോ എടുക്കാനും എഡിറ്റിങ്ങും മാത്രം. അങ്ങനെയാവുമ്പോൾ വലിയ പരിക്കുണ്ടാവില്ലല്ലോ. ഇതെല്ലേതും ഒരു ഫോണിൽ തന്നെ ആവുമ്പോൾ അത് ഭയങ്കര ഗതികേടായിരുന്നു. അപ്പം ഞാൻ ഫോൺ കിട്ടിയപ്പോൾ അമ്മയ്ക്കൊന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുകയാണ്. അമ്മ പനിച്ച് വിറച്ച് കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ 2 ദിവസം മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അമ്മയ്ക്ക് അത് കാണാനുള്ള ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ പ്രതീക്ഷിക്കാതെ നമുക്കൊരു അടിപൊളി ഫോണൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ ഈ ഒരു ഫോണിലായിരിക്കും കേട്ടോ വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. താങ്ക്